നമസ്കാരം. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ വീണ്ടും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജോൺ വോൺ ന്യൂമാൻ്റെ IAS കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് കമ്പ്യൂട്ടർ ഫങ്ഷൻസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്, കുറച്ചുകൂടി ഡീപ്പായിട്ട്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടൊരു കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസാണ്. ഇപ്പോൾ താഴെയുള്ള ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുക, അതിനെ എക്സിക്യൂട്ട് ചെയ്യുക. അതിന് രണ്ട് രീതിയിൽ ഫെച്ച് സൈക്കിൾ എന്നും എക്സിക്യൂട്ട് സൈക്കിൾ എന്നുമാണ് വിളിക്കുക. അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ അത് ഫെച്ച് ചെയ്തു. ഫെച്ച് ചെയ്ത് കഴിഞ്ഞ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ വെച്ച് അത് എന്തിനു വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷനാണ് എന്ന് ഡീകോഡ് ചെയ്ത് നോക്കി. അതിനനുസരിച്ച് ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു. എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷനെ പോയിൻ്റ് ചെയ്യുന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുക, അതിനെ എക്സിക്യൂട്ട് ചെയ്യുക. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോകുന്നു. എപ്പോഴാണോ ആ പ്രോഗ്രാം അവസാനിക്കുന്നത്, ഒരു ഹോൾട്ട് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എപ്പോഴാണോ കിട്ടുന്നത്, ആ സമയത്ത് എക്സിക്യൂഷൻ അവസാനിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു കമ്പ്യൂട്ടർ ഫങ്ഷൻ എന്ന രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് സംഭവിക്കുന്നത്. കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് നടക്കുന്ന ചില ഓപ്പറേഷൻസ് എങ്ങനെയാണ് എന്നുള്ളതിന് നമുക്ക് ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രോഗ്രാം കൗണ്ടറിൽ എപ്പോഴും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, പ്രോഗ്രാം കൗണ്ടറിൽ എപ്പോഴും ഉണ്ടായിരിക്കുക നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ്, തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ്റെ ഒരു അഡ്രസ്സ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നോർമലി അത് ഓരോ എക്സിക്യൂഷൻ കഴിയുന്ന മുറയ്ക്ക് അത് ഇൻക്രിമെൻ്റ് ചെയ്ത് വരികയും ചെയ്യും. ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടറിലുള്ള വാല്യൂ എന്താണോ ആ വാല്യൂ ആയിരിക്കും ഫെച്ച് ചെയ്യുന്നത്. ആ ഫെച്ച് ചെയ്ത് കൊണ്ടുവരുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ നേരത്തെ കണ്ട ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിനകത്തേക്കാണ് മൂവ് ചെയ്യുക. ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് വെച്ച് നമ്മൾ നേരത്തെ ഒരു IAS കമ്പ്യൂട്ടർ പറയുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, 40 ബിറ്റുള്ള മെമ്മറിയിൽ 2 ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും. 20 ബിറ്റിൽ ആദ്യത്തെ 8 ബിറ്റ് ഓപ്കോഡ് ഇൻസ്ട്രക്ഷനെ സൂചിപ്പിക്കുന്നതും ബാക്കിയുള്ളത് ഓപ്പറൻറ്റിൻ്റെ അഡ്രസ്സ്, ഡാറ്റയുടെ അഡ്രസ്സിനെ സൂചിപ്പിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഇപ്പം നമ്മൾ ഫെച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഇൻസ്ട്രക്ഷനെ നമ്മൾ ഡീകോഡ് ചെയ്ത് നോക്കുന്നു. അത് എന്ത് ഇൻസ്ട്രക്ഷന് വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആ ബിറ്റ് പാറ്റേണൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് തീരുമാനിക്കുക അത് എന്തിനു വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ ആണെന്ന് തീരുമാനിക്കുക. അതിനനുസരിച്ച് എന്ത് ഒരു റിക്വയർഡ് ആക്ഷനിലേക്ക് അത് ആഡ് ചെയ്യാനുള്ളതാണ് ആഡ് ചെയ്യാൻ പോകുന്നു, മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. ആ രീതിയിൽ എന്ത് ഇൻസ്ട്രക്ഷനാണോ അത് എന്തിനു വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷനാണ് ഫെച്ച് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് അത് വർക്ക് ചെയ്യും. ഇനി ഒരു ഫെച്ച് എക്സിക്യൂട്ട് സൈക്കിൾ നടക്കുന്ന സമയത്ത് ഒരു കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ ചെറിയ സിമ്പിളായിട്ടുള്ള ഓപ്പറേഷൻസ്, ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ഡാറ്റ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷനോ ആയിരിക്കും നടക്കുന്നത്. ഒന്നാമത്തെയാണ് പ്രോസസ്സർ ടു മെമ്മറി കമ്മ്യൂണിക്കേഷൻ. ഡാറ്റ ഒന്നുകിൽ പ്രോസസ്സറിൽ നിന്ന് മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് പ്രോസസ്സറിലേക്കോ മൂവ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ മെമ്മറിയിൽ നിന്ന് പ്രോസസ്സറിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മളതിനെ മെമ്മറി റീഡ് ഓപ്പറേഷൻ എന്നും, പ്രോസസ്സറിൽ നിന്ന് മെമ്മറിയിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മളതിനെ മെമ്മറി റൈറ്റ് എന്ന് ഓപ്പറേഷനായിട്ടാണ് അതിനെ വിളിക്കുക. ഇതേപോലെ ഒരു മെമ്മറിയിലേക്ക് പ്രോസസ്സറിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് പോലെ തന്നെ പ്രോസസ്സർ IO കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ഒരു ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് പ്രോസസ്സർ ഒരു വാല്യൂ റീഡ് ചെയ്യുന്നുണ്ടാകാം, ഒരു ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പ്രോസസ്സർ ഡാറ്റ റൈറ്റ് ചെയ്യുന്നുണ്ടാകാം. ഇതുപോലെ ആക്ച്വൽ ALUവിനകത്ത് നടക്കുന്ന ചില ഡാറ്റ പ്രോസസ്സിംഗ് ഉണ്ടാവും. ഒരു അരിത്തമെറ്റിക്കൽ ഓർ ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ടാകാം ആ ഡാറ്റയുടെ മുകളിൽ. ചില എക്സിക്യൂഷനെ കൺട്രോൾ ചെയ്യുന്നതിനാവശ്യമായ ചില കൺട്രോൾ സീക്വൻസ്, കൺട്രോൾ ഓപ്പറേഷൻസും അതിനകത്ത് സംഭവിക്കുന്നുണ്ടാകാം. ഉദാഹരണത്തിന് ചില പ്രത്യേക ഇൻസ്ട്രക്ഷനൊക്കെ വരുന്ന സമയത്ത് നിലവിലുള്ള ആ ഒരു എക്സിക്യൂഷൻ സീക്വൻസിനെ തന്നെ നമ്മൾ ഓൾട്ടർ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഈ രീതിയിലുള്ള ഈ 4 കാറ്റഗറിയുള്ള ആക്ഷൻസാണ് ആ പ്രോസസ്സറിനകത്ത് സംഭവിക്കുന്നുണ്ടാവുക. അടുത്തത് ഞാൻ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന് വേണ്ടി ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഈ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഒരു കമ്പ്യൂട്ടറിനകത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഡയഗ്രാം എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.
ഞാനല്ലാതെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഞാൻ ഈ ഇമേജ് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഡയഗ്രത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് സ്റ്റെപ്പ് 1 നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മെമ്മറി കാണിച്ചിരിക്കുന്നു, CPU രജിസ്റ്റേഴ്സ് കാണിച്ചിരിക്കുന്നു, മെമ്മറി ലൊക്കേഷൻസിൻ്റെ അഡ്രസ്സ് 300, 301, 302, അങ്ങനെ 940, 941 ഇങ്ങനെയുള്ള കുറച്ച് മെമ്മറി ലൊക്കേഷൻസ് കാണിച്ചിട്ടുണ്ട്. ആ ഓരോ മെമ്മറി ലൊക്കേഷനിലുമുള്ള വാല്യൂസും അതിനകത്ത് തന്നിട്ടുണ്ട്. 300 എന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റ് 1940 ആണ്. 301 കണ്ടൻറ്റ് 5941 ആണ്. 302 കണ്ടൻറ്റ് 2941 ആണ്. 940 എന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റ് 0003 ആണ്. 941 കണ്ടൻറ്റ് 0002 ആണ്. അതുപോലെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ 300 എന്ന് വന്നിട്ടുണ്ട്. IRൽ 1940 എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഞാൻ പറയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടത്, എപ്പോഴും ഞാൻ പറഞ്ഞു, ഈ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ട പ്രോഗ്രാമും ഡാറ്റയും ഇത് രണ്ടും മെമ്മറിക്കകത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു അസംഷൻ, നമ്മൾ 300 എന്ന മെമ്മറി ലൊക്കേഷനിലത്തെ 1940 എന്ന വാല്യൂ, ഇതിൽ ആദ്യത്തെ ഒരു ഡിജിറ്റ്, അതൊരു ഡെസിമലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1940, അതിൽ 1 സൂചിപ്പിക്കുന്നത് ഇൻസ്ട്രക്ഷനെയും 940 എന്ന് സൂചിപ്പിക്കുന്നത് ആ ഇൻസ്ട്രക്ഷൻ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഡാറ്റയുടെ അഡ്രസ്സുമാണ്. അതുപോലെ രണ്ടാമത്തെ ലൊക്കേഷനിൽ 5941 ആണ്. അതിൽ 5 സൂചിപ്പിക്കുന്നത് ഒരു ഇൻസ്ട്രക്ഷനെയും 941 മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സുമാണ്. 2941 2 സൂചിപ്പിക്കുന്നത് ഒരു ഇൻസ്ട്രക്ഷനെയും 941 അഡ്രസ്സിനെയുമാണ്. ഈ രീതിയിൽ ആണ് ഇവിടെ ഒരു അസംഷൻ എടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞു പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തിരിക്കുന്ന ലോഡർ മൊഡ്യൂൾ ഈ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷന് വേണ്ടി ആ പ്രോസസ്സറിൻ്റെ പ്രോഗ്രാം കൗണ്ടറിൽ 300 എന്ന വാല്യൂ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, മൈക്രോ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് 300 ആണ് എന്നതാണ്. അപ്പോൾ 300 എന്നൊരു വാല്യൂ പ്രോഗ്രാം കൗണ്ടറിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മൈക്രോ പ്രോസസ്സർ ഈ 300 എന്ന വാല്യൂ MARലേക്ക് കോപ്പി ചെയ്യുന്നു, റീഡ് എന്ന കൺട്രോൾ സിഗ്നൽ കൊടുക്കുന്നു, കറസ്പോണ്ടിങ് ലൊക്കേഷൻ മെമ്മറിയിൽ നിന്ന് 300 എന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റ് റീഡ് ചെയ്യുന്നു. ആ റീഡ് ചെയ്യുന്ന വാല്യൂ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യപ്പെടുന്നു. ഇതാണ് ഓപ്കോഡ് ഫെച്ച് എന്ന ഓപ്പറേഷനിൽ സംഭവിക്കുക. അപ്പോൾ ഈ രീതിയിൽ 300 എന്ന വാല്യൂ പ്രോഗ്രാം കൗണ്ടറിൽ വന്നപ്പോൾ മെമ്മറി റീഡ് എന്ന കൺട്രോൾ സിഗ്നൽ കിട്ടി. ആ 1940 എന്ന വാല്യൂ MBRലേക്ക്, മെമ്മറി ബഫർ രജിസ്റ്ററിലേക്ക് വന്നു. MBR വഴി വരുന്ന ആ വാല്യൂവിനെ പ്രോസസ്സറിൻ്റെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്ത് വെച്ചു. അതാണ് ആ സ്റ്റെപ്പ് 1 നിങ്ങൾ കാണുന്നത്. 1940 എന്ന ലൊക്കേഷനിൽ IRനകത്ത് 1940 എന്ന വാല്യൂ കാണുന്നത് അങ്ങനെയാണ്. ഇനി ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ 1940 വന്നു കഴിഞ്ഞാൽ, ഏത് വാല്യൂ വന്നു കഴിഞ്ഞാലും ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ വെച്ചാണ് ആ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷനാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ അത് അവിടെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിന് മനസ്സിലായി 1 സ്റ്റാൻഡ്സ് ഫോർ, ഈ ഒരു ഉദാഹരണത്തിൽ 1 എന്നത് ആണ് ഇൻസ്ട്രക്ഷൻ, 940 അഡ്രസ്സാണ്. 1 എന്ന ഇൻസ്ട്രക്ഷൻ എടുത്തിരിക്കുന്നത് ലോഡ് ദ അക്യുമുലേറ്റർ വിത്ത് എ സ്പെസിഫൈഡ് അഡ്രസ് എന്നുള്ളതാണ്, ലോഡ് ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിൻ്റെ മീനിങ്, ഈ 1940 എന്ന ഇൻസ്ട്രക്ഷൻ്റെ മീനിങ് അക്യുമുലേറ്ററിലേക്ക് 940 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റ് ലോഡ് ചെയ്യുക. അപ്പോൾ 1 സ്റ്റാൻഡ്സ് ഫോർ ലോഡ്, അതാണ് അസംഷൻ. അതാണ് സ്റ്റെപ്പ് 2ൽ കാണിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് 2, അതിന് നേരെ വലതുഭാഗത്തുള്ള സ്റ്റെപ്പ് 2 നോക്കുക. സ്റ്റെപ്പ് 2ൽ മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റ് ഒന്നും മാറിയിട്ടില്ല. പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ 301 എന്നായി മാറിയിരിക്കുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഓട്ടോമാറ്റിക്കലി അത് ഇൻക്രിമെൻറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ 1940 എന്ന വാല്യൂ ഉണ്ട്. അതിനെ ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് മനസ്സിലായി 940 എന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റ് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യേണ്ടതാണെന്ന് മനസ്സിലായി. അങ്ങനെ 940 എന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റായ 0003 എന്ന വാല്യൂ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്ത് വന്നു. ഇനി ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ പ്രോസസ്സറിന് 1940 കിട്ടി, അതിനെ ഡീകോഡ് ചെയ്യുമ്പോൾ അതിന് മനസ്സിലായി
940 എന്ന മെമ്മറി ലൊക്കേഷൻ റീഡ് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, അത് MAR മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ 940 എന്ന വാല്യൂ റൈറ്റ് ചെയ്യുന്നു. മെമ്മറി റീഡ് എന്ന കൺട്രോൾ സിഗ്നൽ കൊടുക്കുന്നു. ആ മെമ്മറി റീഡ് എന്ന കൺട്രോൾ സിഗ്നൽ മെമ്മറിക്ക് കിട്ടുമ്പോൾ മെമ്മറിക്ക് മനസ്സിലായി പ്രോസസ്സർ ഒരു മെമ്മറി റീഡിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ 940 എന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റായ 0003 എന്ന വാല്യൂ MBRലേക്ക് കോപ്പി ചെയ്തു. ആ MBRൽ നിന്ന് അത് അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കുന്നത്. അതാണ് സത്യത്തിൽ ആ 1940 എന്ന ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനിൽ സംഭവിക്കുന്നത്. ആ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള സിറ്റുവേഷനാണ് നമ്മൾ ആ സ്റ്റെപ്പ് 2 അവിടെ കാണിച്ചിരിക്കുന്നത്. അക്യുമുലേറ്ററിൽ 0003 വന്നിരിക്കുന്നു. പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. സാധാരണഗതിയിൽ പ്രോഗ്രാം കൗണ്ടറിൽ ഒരു പുതിയ വാല്യൂ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഫെച്ച് ചെയ്യും. ഈ ഫെച്ച് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, കണ്ടിന്യൂസ്ലി ഇത് ചെയ്യുക എന്ന് മാത്രമേ പ്രോസസ്സറിന് ചെയ്യാനുള്ളൂ. അപ്പോൾ 301 എന്ന വാല്യൂ പ്രോഗ്രാം കൗണ്ടറിൽ വരുമ്പോൾ സ്വാഭാവികമായും 301 എന്ന വാല്യൂവിനെ ഫെച്ച് ചെയ്യും. അങ്ങനെ ഫെച്ച് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റെപ്പ് 1 സൂചിപ്പിച്ച പോലെ തന്നെ സ്റ്റെപ്പ് 3 വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 301 എന്ന ലൊക്കേഷനിലെ കണ്ടൻറ്റ് IRലേക്ക് മൂവ് ചെയ്തു, ഫെച്ച് ചെയ്ത് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് 5941. അപ്പോൾ ഇവിടെ 5 എന്ന ഇൻസ്ട്രക്ഷൻ, 5 എന്ന നമ്പറിൻ്റെ ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് വെച്ചാൽ ആഡ് എന്ന ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് 5941 എന്ന ഇൻസ്ട്രക്ഷൻ്റെ മീനിങ് ആഡ് ദ കണ്ടൻറ്റ് ഓഫ് അക്യുമുലേറ്റർ വിത്ത് ദ കണ്ടൻറ്റ് അറ്റ് മെമ്മറി ലൊക്കേഷൻ 941. അല്ലെങ്കിൽ തിരിച്ച് ആഡ് ദ കണ്ടൻറ്റ് അറ്റ് മെമ്മറി ലൊക്കേഷൻ 941 വിത്ത് ദ കണ്ടൻറ്റ് ഓഫ് അക്യുമുലേറ്റർ. പക്ഷേ റിസൾട്ട് അക്യുമുലേറ്ററിൽ ഉണ്ടാവും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് അക്യുമുലേറ്ററൊക്കെ ഇത്തരത്തിലുള്ള ടെമ്പററി വാല്യൂസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ പഠിച്ചതാണ് എന്ന് മനസ്സിലായി. അപ്പോൾ 5941 എന്ന വാല്യൂ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ വന്നു. അതിനെ ഡീകോഡ് ചെയ്തപ്പോൾ പ്രോസസ്സറിന് മനസ്സിലായി 941 എന്ന വാല്യൂ എന്ന മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ എടുത്തു കൊണ്ടുവരണം, അതിനെ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റിൻ്റെ കൂടെ കൂട്ടണം എന്ന് മനസ്സിലായി. അതിനുവേണ്ടി പ്രോസസ്സർ എന്ത് ചെയ്യണം, മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ 941 എന്ന വാല്യൂ വെക്കണം, റീഡ് എന്ന കൺട്രോൾ സിഗ്നൽ കൊടുക്കണം. ആ സമയത്ത് MBRൽ 941 എന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റായ 0002 എന്ന വാല്യൂ MBRലേക്ക് വരണം. ആ MBRൽ നിന്ന് പ്രോസസ്സറിന് ALUവിനകത്തുള്ള ചില ടെമ്പററി രജിസ്റ്റേഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ആ 2 എന്ന വാല്യൂ നേരത്തെ അക്യുമുലേറ്ററിൽ ഉണ്ടായിരുന്ന 3 എന്ന വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്ത് അതേ അക്യുമുലേറ്ററിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സ്റ്റെപ്പ് നമ്പർ 4 കാണാം. 4ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ നോക്കുക, അത്രയും എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 302 എന്നായി മാറിയിട്ടുണ്ടാകും. നേരത്തെ അക്യുമുലേറ്ററിൽ ഉണ്ടായിരുന്ന 3 എന്ന വാല്യൂവിൻ്റെ കൂടെ തൊട്ട് മുൻപ് നമ്മൾ ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന 941 എന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റായ 2 ആഡ് ചെയ്ത് 5 എന്ന വാല്യൂ അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടും ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ 302 എന്നായതുകൊണ്ട് അടുത്ത് ഫെച്ച് ചെയ്ത് കൊണ്ടുവരുന്നത് 302 കണ്ടൻറ്റാണ്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 5 വരിക. 302 എന്ന വാല്യൂ PC വരുന്ന സമയത്ത് സംഭവിക്കുന്നത് 302 ഫെച്ച് ചെയ്ത് കൊണ്ടുവന്നു. അതിൻ്റെ മീനിങ് അല്ലെങ്കിൽ ആ ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന വാല്യൂ 2941 എന്നാണ്. അതിൻ്റെ മീനിങ് സ്റ്റോർ ദ കണ്ടൻറ്റ് ഓഫ് അക്യുമുലേറ്റർ അറ്റ് ദ മെമ്മറി ലൊക്കേഷൻ 941 എന്നാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കണം, അക്യുമുലേറ്ററിലൊരു കണ്ടൻറ്റ് ഉണ്ട്, അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് 5 ആണ്. ഈ 5 എന്ന വാല്യൂ 941 എന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യണം എന്ന് മൈക്രോ പ്രോസസറിന് ഈ 2941 എന്ന ഒരു ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്തപ്പോൾ മനസ്സിലായി. അതിനനുസരിച്ച് മൈക്രോ പ്രോസസർ എന്ത് ചെയ്യണം, മൈക്രോ പ്രോസസർ MARൽ മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ 941 എന്ന വാല്യൂ വെച്ചു. MBRൽ മെമ്മറി ബഫർ രജിസ്റ്ററിൽ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റായ 0005 കൊണ്ടുവച്ചു. എന്നിട്ട് റൈറ്റ് എന്ന കൺട്രോൾ സിഗ്നൽ കൊടുത്തു. അപ്പോൾ ഈ റൈറ്റ് എന്ന കൺട്രോൾ സിഗ്നൽ മെമ്മറിക്ക് കിട്ടുമ്പോൾ മെമ്മറിക്ക് മനസ്സിലായി MAR സ്പെസിഫൈ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിൽ MBR സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂ റൈറ്റ് ചെയ്യണം എന്ന് മെമ്മറി മൊഡ്യൂളിന് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ സ്റ്റെപ്പ് നമ്പർ 6 നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റായ 0005 എന്ന വാല്യൂ 941 എന്ന വാല്യൂ എന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇതാണ് ആ ഒരു ചെറിയൊരു 3 ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് ആ 1940, 5941, 2941 എന്ന
ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ ആ ഒന്നാമത്തേതിലെ 1, രണ്ടാമത്തേതിലെ 5, മൂന്നാമത്തേതിലെ 2 ഇത് മൂന്നും സൂചിപ്പിക്കുന്നത് ഏത് ഇൻസ്ട്രക്ഷനെയാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടി പറയാം. 1940 1 എന്നത് ലോഡ് ചെയ്യാൻ, അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ്. 5941 5 ആഡ് എന്ന ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പ് കോഡാണ്. 2941 2 സ്റ്റോർ ചെയ്യാനുള്ള, മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഇത് ഈ എക്സാമ്പിൾ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെൻറ്റ് തരുന്നുണ്ട്. ഈ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ, ഈ ഒരു ഫിഗറിൽ ഞാനൊരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. ഈ എക്സാമ്പിൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ നിങ്ങൾക്കിതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത് എനിക്ക് ഒരു അസൈൻമെൻറ്റായി സബ്മിറ്റ് ചെയ്യണം. നമുക്കത് ഗൂഗിൾ ക്ലാസ് റൂമിൽ വഴി നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇനി സാധാരണഗതിയിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഫെച്ച് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ഓരോ 1 by 1 ആയിട്ട് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നതാണ് അതിനകത്തൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ഇതിന് പുറമെ ഇൻ്ററപ്റ്റ് എന്ന് പറയുന്ന ഒരു സൈക്കിൾ കൂടി നോർമലി ഒരു പ്രോസസ്സർ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ ഇൻ്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്ററപ്റ്റിനെ പല രീതിയിലുള്ള ഡെഫിനേഷൻസ് നമ്മൾ പറയാറുണ്ട്. പ്രോസസ്സറിന് അല്ലെങ്കിൽ പ്രോസസ്സറിനോട് ഒരു പെരിഫറൽ ഡിവൈസിനോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സിൽ ഒരു മെത്തേഡാണ് ഇൻ്ററപ്റ്റ് എന്ന് പറയുന്നത്, പൊതുവായിട്ട് പറയാം. അപ്പോൾ എല്ലാ കമ്പ്യൂട്ടേഴ്സിൻ്റെ കേസിലും ഒരു എക്സ്റ്റേണൽ മൊഡ്യൂളിന്, അതൊരു പ്രോഗ്രാമിനാകാം അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയറിനാകാം ഒരു സോഫ്റ്റ്വെയറിനാകാം, ഈ പ്രോസസ്സറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിലവിലുള്ള ഓപ്പറേഷൻസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വേറെ പരിപാടികളിലേക്ക് കുറച്ച് പ്രയോറിറ്റി കൂടിയ മറ്റൊരു കാര്യം ചെയ്യാൻ വേണ്ടിയൊക്കെ ഈ നിലവിലുള്ള എക്സിക്യൂഷനെ തൽക്കാലത്തേക്ക് ഇൻ്ററപ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെന്താ വേറെ വാക്കുപയോഗിക്കാറില്ല, ഇൻ്ററപ്റ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ടായിരിക്കും. ഇപ്പോൾ നോർമലി ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള ഇൻ്ററപ്റ്റിനെ നമുക്ക് പല രീതിയിൽ ക്ലാസ് ചെയ്യാം. ഒരു ഹാർഡ്വെയർ ഇൻ്ററപ്റ്റ്, സോഫ്റ്റ്വെയർ ഇൻ്ററപ്റ്റ് എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ നമ്മൾ വേറെ രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില പ്രോഗ്രാമിനകത്ത് ചില പർട്ടിക്കുലർ കണ്ടീഷൻ വരുമ്പോൾ പ്രോസസ്സറിനെ ഇൻ്ററപ്റ്റ് ചെയ്യും. ഇപ്പോൾ /0 എറർ നമുക്കറിയാം. പ്രോഗ്രാമിനകത്ത് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ പ്രോസസ്സറിനെ ഇൻ്ററപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ടൈമർ, പ്രോസസ്സറിനകത്ത് തന്നെയുള്ള ചില ടൈമിംഗ് കീപ്പ് ചെയ്യാനുള്ള ചില ടൈമർ ജനറേറ്റ് ചെയ്യുന്ന ഇൻ്ററപ്റ്റ്. അതുപോലെ IO ഡിവൈസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് IO ഡിവൈസസ് റെഡി അല്ലയോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഡാറ്റ ട്രാൻസ്ഫർ തീർന്നോ എന്നൊക്കെ മൈക്രോ പ്രോസസ്സിനെ ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിന് നമ്മൾക്ക് ഇൻ്ററപ്റ്റ് ഉപയോഗിക്കാം. അതുപോലെ ഹാർഡ്വെയർ ഫെയിലിയർ, മെമ്മറി പാരിറ്റി എററൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു സ്റ്റേറ്റ്, ആ ഒരു സ്റ്റാറ്റസ് പ്രോസസ്സിനെ അറിയിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ഇൻ്ററപ്റ്റിനെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിലവിലുള്ള ഒരു പ്രോഗ്രാമിനെ അത് സസ്പെൻഡ് ചെയ്യുകയും തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയും ഈ ഇൻ്ററപ്റ്റ് സ്പെസിഫൈ ചെയ്യുന്ന മറ്റൊരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയും ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുക. അതിനെ നമ്മൾ നോർമലി ഇൻ്ററപ്റ്റ് സർവീസ് സബ് റൂട്ടീൻ എന്നൊക്കെയാണ് വിളിക്കുക. ഇൻ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ, ഒരു പ്രോഗ്രാം സസ്പെൻഡ് ചെയ്ത് ഇൻ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകും. ഇതാണ് ഇൻ്ററപ്റ്റ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഒരു ഡയഗ്രത്തിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഓരോ ഇൻസ്ട്രക്ഷൻ സൈക്കിളിനകത്തും ഒരു ഫെച്ച് സൈക്കിളും ഒരു എക്സിക്യൂട്ട് സൈക്കിളും ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. ഓരോ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷവും തൊട്ടടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് ഇൻ്ററപ്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്ന്, ഇൻ്ററപ്റ്റിനെ നമുക്ക് പൂർണ്ണമായും ഡിസേബിൾ ചെയ്ത് വെക്കാം. ഞാൻ എൻ്റെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് യാതൊരു ഇൻ്ററപ്റ്റും വരാൻ വേണ്ടി പാടില്ല. ഇൻ്ററപ്റ്റിനെ ഞാൻ പെർമനൻ്റ്ലി എനിക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാം. ഇത്തരത്തിൽ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഫെച്ച് സൈക്കിളും എക്സിക്യൂട്ട് സൈക്കിളും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അടുത്തതിനെ ഫെച്ച് ചെയ്യും, എക്സിക്യൂട്ടും ഫെച്ച് ചെയ്യും, ഈ രീതിയിൽ ചെയ്യും. ഇനി ഏതെങ്കിലും ഒരു സമയത്ത് അത് ഇൻ്ററപ്റ്റ് എനേബിൾഡ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലാണ് ഒരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കഴിയുമ്പോൾ അത് ഇൻ്ററപ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇൻ്ററപ്റ്റ് ഉണ്ടെങ്കിൽ ആ ഇൻ്ററപ്റ്റിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടി, ഇൻ്ററപ്റ്റ് സൈക്കിൾ എന്നാണ് അതിനെ വിളിക്കുക, ആ ഇൻ്ററപ്റ്റിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടി പോകും. ഇൻ്ററപ്റ്റ് പ്രോസസ് ചെയ്യും. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ ബാക്കി
എക്സിക്യൂട്ട് ചെയ്തെടുക്കും. ആ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ഹോൾട്ട് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് വരെയും പ്രോഗ്രാം ഈ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യും. ഇനി നോർമലി ഒരു ഇൻ്ററപ്റ്റ് എന്ന് പറയുന്ന പരിപാടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലോ പെരിഫറൽസ് അല്ലെങ്കിൽ കുറച്ച് സ്ലോയിൽ വർക്ക് ചെയ്യുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഇൻ്ററപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു 3 ഡയഗ്രാം വഴി നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇൻ്ററപ്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ, ഇൻ്ററപ്റ്റ് എന്നൊരു പരിപാടി ഇല്ലെങ്കിൽ ഇവിടെ എടുത്തിരിക്കുന്ന ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം നിങ്ങൾ നോക്കുക. ആ ഒരു യൂസർ പ്രോഗ്രാം ഉണ്ട്. ആ യൂസർ പ്രോഗ്രാമിൻ്റെ 1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പോർഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു റൈറ്റ് ഓപ്പറേഷൻ നടക്കാനുണ്ട്. അതിനുശേഷം 2 എന്ന പോർഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അതിനുശേഷം വീണ്ടും ഒരു റൈറ്റ് ഓപ്പറേഷൻ ചെയ്യാനുണ്ട്. അതിനുശേഷം 3 എന്നൊരു പോർഷൻ ചെയ്യണം. ഈ റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു IO ഓപ്പറേഷനാണ്. ഈ IO ഓപ്പറേഷൻ എന്ന് പറയുന്നതിനകത്തും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, എക്സിക്യൂട്ട് ചെയ്യേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതിനകത്തൊരു ആക്ച്വൽ IO കമാൻഡ്, ഉദാഹരണം പറയാൻ ഒരു പ്രിൻ്ററിലേക്ക് പ്രിൻ്റ് ജോബാന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രിൻ്റ് ചെയ്ത് തീരണം. ആ പ്രിൻ്റ് ചെയ്ത് തീരുന്നത് വരെ പ്രോസസ്സർ അവിടെ വെറുതെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ പ്രിൻ്റർ അവിടെ ചെയ്യും. ആ സമയത്ത് പാരലലി പ്രോസസ്സറിന് ഇപ്പുറത്ത് വേറെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇൻ്ററപ്റ്റ് ഇല്ലാത്തൊരു സമയത്ത് നമുക്കത് ചെയ്യാം. നമുക്ക് ആ രീതിയിലൊന്നും ആലോചിക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ എക്സിക്യൂഷൻ നടക്കുന്നത് 1 എന്ന പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ 1 എന്ന പോർഷൻ എക്സിക്യൂട്ട് ചെയ്തു. റൈറ്റ് എന്ന് കാണുമ്പോൾ ഒരു IO പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോയി. IO പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ഭാഗം 4 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാം. അത് എക്സിക്യൂട്ട് ചെയ്ത് അതിനിടയിൽ ഒരു IO കമാൻഡ് ഉണ്ട്. അപ്പോൾ വലതുഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ 4 എന്ന പോർഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ആക്ച്വലി പ്രോസസ്സർ വെയിറ്റ് ചെയ്യുകയാണ്. ഈ IO ഓപ്പറേഷൻ തീരുന്നത് വരെ പ്രോസസ്സർ അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്തതിന് ശേഷം 5 എന്ന പോർഷൻ ചെയ്യും. തിരിച്ച് യൂസർ പ്രോഗ്രാമിലെ 2 എന്ന പോർഷൻ എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും റൈറ്റ് എന്ന ഓപ്പറേഷൻ വന്നു. അപ്പോൾ അത് 4 എന്ന പോർഷൻ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് IO കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകും. ആ സമയത്ത് പ്രോസസ്സർ വെയിറ്റ് ചെയ്യും. ശേഷം 5 എന്ന പോർഷൻ ചെയ്യും. തിരിച്ച് വന്ന് 3 യൂസർ പ്രോഗ്രാമിൽ 3 എന്ന ബാക്കി പോർഷൻ ചെയ്യും. ഇതാണ് ഒരു ഇൻട്രപ്റ്റ് ഇല്ലാത്തൊരു സമയത്ത് സംഭവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻട്രപ്റ്റ് നമുക്ക് ബെനിഫിറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് മെച്ചം എന്നുള്ളത് നമുക്ക് അടുത്ത ഡയഗ്രാം കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ നമ്മൾ ആ 2 എന്ന പോർഷനെ, അതായത് യൂസർ പ്രോഗ്രാമിൽ നമ്മൾ നേരത്തെ 2 എന്ന് കാണിച്ചിരിക്കുന്ന പോർഷനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 2A 2B എന്ന് പറഞ്ഞുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണുള്ളത്, അതിൻ്റെ വലത് ഭാഗത്ത് കാണിച്ചിരിക്കുന്ന ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. ആദ്യം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ 1 എന്ന പോർഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. അപ്പോഴാണ് റൈറ്റ് ഓപ്പറേഷൻ, നേരത്തെ നമ്മൾ കണ്ടതുപോലെ റൈറ്റ് ഓപ്പറേഷൻ വന്നത്. ആ റൈറ്റ് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോയി 4 എന്ന പോർഷൻ എക്സിക്യൂട്ട് ചെയ്തു. അപ്പോഴാണ് IO കമാൻഡ് വരുന്നത്. ഈ IO കമാൻഡ് ചെയ്യുന്നത് ആക്ച്വലി ഒരു IO പ്രോസസ്സർ ആയിരിക്കും. ആ IO പ്രോസസ്സർ ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ പ്രോസസ്സർ അതിനെ വെയിറ്റ് ചെയ്യുന്നില്ല, അത് അവിടെ ചെയ്തോളും. ആ സമയത്ത് പ്രോസസ്സർ എന്ത് ചെയ്യുന്നു, തിരിച്ച് വന്ന് യൂസർ പ്രോഗ്രാമിൻ്റെ 2 എന്ന പോർഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഈ 2 എന്ന പോർഷൻ എക്സിക്യൂട്ട് ചെയ്ത് 2A എന്ന് പറയുന്ന ഒരു പോർഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും IO പ്രോഗ്രാം എന്ത് ചെയ്തു, IO പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് തീർന്നു. ആ IO പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു എന്ന ഇൻഫർമേഷൻ പ്രോസസ്സറിനെ അത് ഇൻട്രപ്റ്റ് ചെയ്ത് അറിയിച്ചു കൊടുത്തു. എൻ്റെ IO ഓപ്പറേഷൻ ഞാൻ തീർത്തിരിക്കുന്നു എന്നതിനെ ഇൻഫോം ചെയ്തു. അപ്പോൾ നോർമലി ആ IO പ്രോഗ്രാം നോക്കിയാൽ മനസ്സിലാവും. ആ IO കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 2A എന്ന പോർഷൻ എക്സിക്യൂട്ട് ചെയ്ത് അവിടെ വെച്ചത് ആ 5 എന്ന പോർഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോയി. ആ 5 എക്സിക്യൂട്ട് ചെയ്ത് തീർന്നതിന് ശേഷം തിരിച്ച് വന്ന് 2ൻ്റെ ബാക്കി 2B എന്ന പോർഷൻ ചെയ്തു. ഇതേ സംഗതിനെ അടുത്ത് വീണ്ടും ഒരിക്കൽ കൂടി ചെയ്യും. നമുക്ക് വീണ്ടും ഒരു റൈറ്റ് ഓപ്പറേഷൻ വരുന്നുണ്ട്. ആ റൈറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോയി. ഇപ്പോൾ 4 എന്ന ഓപ്പറേഷൻ ചെയ്തു. IO കമാൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പ്രോസസ്സർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. പ്രോസസ്സർ തിരിച്ച് വന്ന് ആ 3 എന്ന പോർഷൻ്റെ 3A പാർട്ട് ചെയ്തു. 3A പാർട്ട് ചെയ്യുമ്പോഴത്തേക്കും IO കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. പ്രോസസ്സറിനെ അത് ഇൻട്രപ്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു അതാ എൻ്റെ IO ഓപ്പറേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ഇൻഫർമേഷൻ അതിന് കിട്ടി. ദെൻ അത് ആ IO പ്രോഗ്രാമിൻ്റെ ബാക്കി ഭാഗം 5 എന്ന ഭാഗം ചെയ്യുന്നു. തിരിച്ച് വന്ന് 3 എന്ന പ്രോഗ്രാം
സെക്ഷൻ്റെ ബാക്കി ഭാഗം 3B എന്ന സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഒരു ഷോർട്ട് IO വെയിറ്റിൽ സംഭവിക്കുന്നത്. ഇനി ഒരു ലോങ് IO വെയിറ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു ലോങ് IO വെയിറ്റ് വരുന്ന ഒരു കേസിൽ എങ്ങനെയാണ് ഇത് ഇൻട്രപ്റ്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ യൂസർ പ്രോഗ്രാമും IO പ്രോഗ്രാമും ഉണ്ട്. എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. 1 എന്ന് പറയുന്ന ഒരു പോർഷൻ എക്സിക്യൂട്ട് ചെയ്ത് അപ്പോൾ ഒരു റൈറ്റ് എന്ന് പറഞ്ഞ സബ് റൂട്ടിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോയി, ഒരു IO പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പോയി. ആ IO പ്രോഗ്രാമിൻ്റെ 4 എന്ന പോർഷൻ എക്സിക്യൂട്ട് ചെയ്തു. 4 എന്ന പോർഷൻ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഒരു IO കമാൻഡ് വന്നു. IO കമാൻഡ് വന്നിരിക്കുമ്പോൾ ക്ഷമിക്കണം ഒന്നുകൂടി നോക്കുക. യൂസർ പ്രോഗ്രാമിൽ 1 എന്ന പോർഷൻ എക്സിക്യൂട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് റൈറ്റ് ചെയ്യാനൊരു IO പ്രോഗ്രാം വന്നു. ആ IO പ്രോഗ്രാമിൻ്റെ 4 എന്ന പോർഷൻ എക്സിക്യൂട്ട് ചെയ്തു. നോർമലി നമ്മൾ തൊട്ട് മുൻപ് കണ്ടതുപോലെ IO കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകും. ആ സമയത്ത് പ്രോസസ്സർ വെയിറ്റ് ചെയ്യേണ്ടതില്ല. പ്രോസസ്സർ തിരിച്ചു വന്ന് 2 എന്ന പോർഷൻ ചെയ്തു തുടങ്ങും. അപ്പോൾ ഇവിടെ 2 എന്ന് പറയുന്ന പോർഷൻ ചെയ്ത് തീർന്നു. പക്ഷേ ആ IO കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് തീർന്നില്ല. ആ ഇൻട്രപ്റ്റ് കുറച്ച് സ്ലോ പെരിഫറലാന്ന് വിചാരിക്കും, സ്ലോ ഡിവൈസാണ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് തീർന്നില്ല. അപ്പോൾ അവിടെ വീണ്ടും രണ്ടാമത്തെ റൈറ്റ് ഓപ്പറേഷൻ വരുവാണ്. രണ്ടാമത്തെ റൈറ്റ് ഓപ്പറേഷൻ വരുന്ന സമയത്ത് പ്രോസസ്സറിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പ്രോസസ്സർ അവിടെ വെയിറ്റ് ചെയ്യും. ചെയ്തതിന് ശേഷം ഇൻട്രപ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ IO കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് പ്രോസസ്സറിനെ അറിയിച്ചു ആ IO ഓപ്പറേഷൻ തീർന്നെന്ന് അറിയിച്ചു. അപ്പോൾ നോർമലി അത് 5 എന്ന പോർഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകണം. പ്രോസസ്സർ അപ്പം തന്നെ രണ്ടാമത്തെ റൈറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപ് ആദ്യത്തേതിൻ്റെ ബാക്കി 5 ചെയ്യും. 5 ചെയ്തതിന് ശേഷം തിരിച്ചു വരുമ്പോൾ അതിന് മനസ്സിലാകും രണ്ടാമത്തെ റൈറ്റ് ഓപ്പറേഷൻ ചെയ്യണം. രണ്ടാമത്തെ റൈറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആദ്യത്തെ 4 എന്ന പോർഷൻ ചെയ്യും. 4 എന്ന പോർഷൻ എക്സിക്യൂട്ട് ചെയ്തു. എഗെയിൻ IO കമാൻഡ് വന്നു. IO കമാൻഡ് വരുന്ന സമയത്ത് പ്രോസസ്സർ നോർമലി തിരിച്ചു വന്ന് 3 എന്ന പോർഷൻ ചെയ്യും. 3 എന്ന പോർഷൻ ചെയ്ത് തീരുമ്പോഴത്തേക്കും ഈ ഇൻട്രപ്റ്റ് കിട്ടിയില്ല. ഒരു ലോങ് IO വെയിറ്റ്, ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇൻട്രപ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ കുറച്ച് സമയം പ്രോസസ്സർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ IO ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി എന്ന് ഒരു ഇൻട്രപ്റ്റ് പ്രോസസ്സറിന് കിട്ടി. അപ്പോൾ അത് എന്ത് ചെയ്തു? തിരിച്ചു പോയി നമ്മൾ നേരത്തെ IO പ്രോഗ്രാമിൽ ബാക്കിയുള്ള 5 എന്ന പോർഷൻ ചെയ്തു. 5 എന്ന പോർഷൻ ചെയ്തതിന് ശേഷം പ്രോഗ്രാം അവസാനിക്കുന്നു. ഇത് കുറച്ച് മനസ്സിലാക്കേണ്ടത് ഈ 2 എന്ന് പറയുന്നൊരു പോർഷൻ ചെയ്ത് തീരും. പ്രോസസ്സർ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കും. അപ്പോഴത്തേക്കും ആ IO കമാൻഡ് ചെയ്ത് തീർന്നില്ല. അപ്പോഴത്തേക്ക് ഇവിടെ രണ്ടാമത്തെ റൈറ്റ് ഓപ്പറേഷൻ വരികയും ചെയ്തു. അപ്പോൾ ഒരു ലോങ് ഒരു IOക്ക് വേണ്ടി ഒരു ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഓപ്പറേഷന് വേണ്ടി പ്രോസസ്സർ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യുന്നില്ല. ആ സമയത്ത് തിരിച്ചു വന്ന് 2 എന്ന പോർഷൻ ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യുന്നു. ഇതാണ് ഈ ലോങ് IO വെയിറ്റ് വരുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഇനി മൾട്ടിപ്പിൾ ഇൻട്രപ്റ്റ്, ഒന്നിൽ കൂടുതൽ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇത് രണ്ട് രീതിയിലാണ് ഈ മൾട്ടിപ്പിൾ ഇൻട്രപ്റ്റ്സിനെ മാനേജ് ചെയ്യുന്നത്. ഒന്ന്, ഡിസേബിൾ ഇൻട്രപ്റ്റ്സ് വൈൽ ആൻ ഇൻട്രപ്റ്റ് ഈസ് ബീയിങ് പ്രോസസ്ഡ്, സീക്വൻഷ്യൽ ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്ത് പോകണം. രണ്ടാമത്തത് നെസ്റ്റഡ് ഇൻട്രപ്റ്റ് പ്രോസസ്സിങ്. നമുക്ക് നോർമലി ഒരു പ്രോസസ്സറിന് എപ്പോഴും ഇൻറ്ററപ്റ്റിനെ എനേബിൾ ചെയ്യിക്കാനും ഡിസേബിൾ ചെയ്യിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ആദ്യത്തെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ തന്നെ ഡിസേബിൾ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നതാണെങ്കിൽ പിന്നെ ഇൻട്രപ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇൻട്രപ്റ്റിനെ അത് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ടാവും. ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും ആദ്യത്തെ ഇൻസ്ട്രക്ഷനെ ഡിസേബിൾ ദ ഇൻട്രപ്റ്റ്സ്, ഏറ്റവും അവസാനത്തെ ഇൻസ്ട്രക്ഷൻ എനേബിൾ ദ ഇൻട്രപ്റ്റ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ തീരുന്നത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ തീരുന്നത് വരെയും അത് ഇൻട്രപ്റ്റിനെ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൾട്ടിപ്പിൾ ഇൻട്രപ്റ്റ്സ് വരുവാണെങ്കിൽ അതൊരു സീക്വൻസ്, ഒന്ന് തീർന്നതിന് ശേഷം മറ്റൊന്ന് എന്ന രീതിയിലായിരിക്കും ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി നെസ്റ്റഡ് ഇൻട്രപ്റ്റ് പ്രോസസ്സിംഗ് ആണെങ്കിൽ ഒരു ഇൻട്രപ്റ്റ് വന്നു, ആ ഇൻട്രപ്റ്റിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ഇൻട്രപ്റ്റ് വരാം. അപ്പോൾ അത് സസ്പെൻഡ് ചെയ്ത് അടുത്തതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഈ രീതിയിൽ എക്സിക്യൂഷൻ നടക്കാം. IO ഫങ്ഷൻ നേരത്തെ നമ്മൾ കണ്ടു, ഇൻട്രപ്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന സമയത്തും IO ഫങ്ഷൻ നമ്മൾ നേരത്തെ കണ്ടു. ഇൻറ്ററപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. ഒരു
പെരിഫറൽ ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നോർമലി അത് പ്രോസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു സംവിധാനമാണ്. അപ്പോൾ നമ്മൾ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടി പ്രോസർ വെയിറ്റ് ചെയ്യുക, പ്രോസറിൻ്റെ ഒരു എഫക്റ്റീവായിട്ടുള്ള ടൈം വെറുതെ നശിപ്പിച്ച് കളയാന്ന് പറഞ്ഞാൽ പ്രായോഗികമായ ഒരു സംഗതിയല്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി സെപ്പറേറ്റ് മൊഡ്യൂൾസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പ്രോസർ ഒരു IO ഓപ്പറേഷൻ വരുവാണെങ്കിൽ പ്രോസർ എപ്പോഴും ആ IO ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു ഡിവൈസിനെ കണ്ടെത്തുകയും അതിനെ ഈ IO ഓപ്പറേഷൻ ചെയ്യുന്നതിന് ആവശ്യമായ കൺട്രോൾ അങ്ങ് അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഈ IO ഫംഗ്ഷൻ എന്ന് പറയുന്നതിന് അതിൻ്റെ പ്രത്യേകത തന്നെ അതിനകത്ത് ഒരു മെമ്മറി റെഫറൻസിങ് ഇൻസ്ട്രക്ഷൻസ് കുറവായിരിക്കും. നോർമലി IO ഇൻസ്ട്രക്ഷൻസ്, IO ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ മാനേജ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ആ പ്രോഗ്രാമിൽ കൂടുതലായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിനുവേണ്ടി വെറുതെ പ്രോസർ വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന് മെമ്മറിയായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു യൂണിറ്റ്, ഒരു ഡയറക്റ്റ് മെമ്മറി ആക്സസ്, നമ്മൾ പിന്നീട് കാണും, ഡയറക്റ്റ് മെമ്മറി ആക്സസ് പോലുള്ള ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോസറിനെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരിക. ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു സംവിധാനം ഉണ്ടായിക്കൊണ്ടുവരിക. അപ്പോൾ ഈ രീതിയിൽ IO ഫങ്ഷൻസ് നമ്മൾ പിന്നീട് കുറച്ച് വിശദമായിട്ട് നമ്മൾ കാണും. എന്നാലും ഇത്തരത്തിലാണ് ആ ഒരു സംവിധാനം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. ആ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത അതിനകത്ത് മെമ്മറി റെഫറൻസിങ് ഇൻസ്ട്രക്ഷൻസ് കുറവായിരിക്കും, IO റെഫറൻസിങ് ആയിരിക്കും കൂടുതൽ വരിക. നോർമലി പ്രോസർ ആ സമയത്ത് പ്രോസറിന് എഫക്റ്റീവായിട്ട് ആ സമയത്ത് മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. IO ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് മെമ്മറി ആക്സസ് കൺട്രോളർ, DMA കൺട്രോളർ പോലുള്ള ചില ചിപ്പുകൾക്ക് ബസ്സിൻ്റെ കൺട്രോൾ, ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന വയേഴ്സ്, അതിനാണ് ബസ്. അതാണ് നമുക്കിനി അടുത്ത ഭാഗത്ത് കാണാനുള്ളത്. താങ്ക് യു.